ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പായസമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയൊരു പായസമാണ് ഇളനീർ പായസം. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1.5 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളനീർ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഇനി ഇതിലോട്ട് ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്. ഇതേപോലെയാണ്, ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് ചൈന ഗ്രാസ് കിട്ടുക. അഗർ എന്നുണ്ട് ഇതിൻ്റെ പേര്. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഇത് ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചൈന ഗ്രാസ്. അപ്പോൾ ഇത് ഞാനൊരു 6 ഗ്രാം ഇതിലോട്ട് ഇടുന്നുണ്ട് ഈ ഇളനീർ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ തീ ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസിലെ നന്നായി അലിയണ വരെ നമുക്കിതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ അലിഞ്ഞതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു ഇത്തിരി ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഫുഡ് കളറായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ബ്ലൂ കളർ കുറച്ച് ഡ്രോപ്പ് മതി, ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുപോയി. അപ്പോൾ ഇത്തിരി ഡ്രോപ്പ് മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഒരു ഐസ് ട്രേയിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, എല്ലാം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊരു 10-45 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് ഐസ് ക്യൂബ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീരിൻ്റെ കയമ്പും അതേപോലെ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും, ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സ്മൂത്ത് ആക്കണ്ട, നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോഴേ പായസത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു പേസ്റ്റ് ആവണ്ട, പക്ഷെ ഒന്ന് പേസ്റ്റ് ആവണം. അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമുക്കൊരു പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനോ നോൺ സ്റ്റിക്ക് പാനോ എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് പാല്, ഈ 1.5 കപ്പ് പാലിൽ ഞാൻ 1/2 കപ്പ് നമ്മുടെ തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് പാലിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ, അങ്ങനെയാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മറക്കണ്ട. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം നമ്മളെ കണ്ടൻസ് മിൽക്കില്ലേ, കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പാല് ഒരു നന്നായി കട്ടിയാവണ വരെ നമ്മളിത് എന്ത് ചെയ്യുക, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പാല്. നമ്മൾ സാധാ പായസം ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഈ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ പാല് ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റില്ലേ, ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റ്, അതും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഈ പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് പായസം ഒന്ന് ആറിയതിന് ശേഷം വേണം കേട്ടോ ഈ പായസത്തിന് ഈ കയമ്പിടേണ്ടത്, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇതിൽ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി സാബൂദന ഇടണം. അപ്പോൾ സാബൂദന എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സാബൂദന എടുത്തിട്ടുണ്ട്. ഈ സാബൂദന നന്നായി 1-2 പ്രാവശ്യം നന്നായി കഴുകിയിട്ട് നമുക്കൊരു മണിക്കൂറോളം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ടൊരു കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈ 4 ടേബിൾ സ്പൂൺ സാബൂദനല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചതിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല ജെല്ലി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ സാബൂദന കണ്ടു നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫാക്കിയിട്ടൊന്ന് ആറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പായസത്തിലോട്ട് ഇതും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ സാബൂദനയും അതേപോലെ നമ്മുടെ ഇളനീരിൻ്റെ കയമ്പും നന്നായിട്ട് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അത്. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഓപ്ഷണലായിട്ട് കുറച്ച് ഏലക്കട പൊടി ഇടാം. ഏലക്കട പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ടിത് നന്നായി ഒന്ന് ആറിയതിന് ശേഷം വേണം നമുക്കിതിലോട്ട് എന്തിടാനുള്ളത്, ആ ക്യൂബ്സ് ഇല്ലേ, ക്യൂബ്സ് ഒരു 10-45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 45 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂബ്സും ഇതിലോട്ട് ആഡ് ചെയ്യാം.
നമ്മളിപ്പോൾ ഈ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടില്ലേ, അപ്പോൾ തന്നെ നമ്മൾ പായസത്തിന് കളറൊന്ന് മാറാൻ തുടങ്ങും. അപ്പോൾ ഈ ക്രീം കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്ലൂയിഷ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് കിട്ടും കേട്ടോ. ആ ഡ്രൈ റോസ് പെറ്റൽസ് ഇപ്പോൾ നല്ല അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ഇത്തിരി ഇടാം. അതേപോലെ കുറച്ച് എന്താ പറയുക, പിസ്താച്ചിയോ ഒന്ന് ചോപ്പ് ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളല്ലേ. അപ്പോൾ നല്ല കളർഫുള്ളാണത് കാണാനും അതേപോലെ ടേസ്റ്റിനും. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.